ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ മുൻ സീസണിലെ അപേക്ഷിച്ചിട്ട് 8ന്റെ പണിയായിരിക്കും എന്നായിരുന്നു ഷോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രചാരണം. പണികൾ പലതും ഷോയിൽ നടക്കുന്നുണ്ടെങ്കിലും മുൻകാല സീസണുകളോട് അത്ര പോരാ ഈ സീസൺ എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. മുൻ സീസണുകളിൽ വളരെ പെട്ടെന്ന് തന്നെ മത്സരാർത്ഥികൾക്ക് ഫാൻസിനെ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഇത്തവണ അത്തരത്തിലുള്ള ഇഷ്ടം ആരോടും തോന്നിയിട്ടില്ലെന്ന് പല BB ആരാധകരും അഭിപ്രായപ്പെടുന്നത്. നിലവിൽ 18 മത്സരാർത്ഥികളുടെ ഇതുവരെയുള്ള പ്രകടനം വെച്ച് ബിഗ് ബോസ് ആരാധകർ നൽകിയ അവലോകനം ഇങ്ങനെയാണ്. അനീഷ് ഷോർട്ട് ടെമ്പർ ആണെങ്കിലും ജെനുവിൻ പ്ലാനർ ആണ്. അനീഷിന് പെട്ടെന്ന് ദേഷ്യം വരുമെങ്കിലും അദ്ദേഹം ഇടപെടുന്ന വിഷയങ്ങളൊക്കെ പ്രേക്ഷകർ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ആദ്യ ആഴ്ചയിൽ അനീഷിനെ എല്ലാവരും അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്ത് തെറ്റായിപ്പോയെന്ന് പിന്നീട് എല്ലാവർക്കും മനസ്സിലായി. പിന്നീട് കൃത്യസ്ഥലങ്ങളിൽ വ്യക്തമായ നിലപാടാണ് അദ്ദേഹത്തിന് ഉള്ളത്. ഫാൻസിനെ ഒന്നും അധികം ഉണ്ടാക്കുവാൻ അനീഷിന് കഴിഞ്ഞിട്ടില്ല. നിലവിൽ ഏറ്റവും പ്രിയപ്പെട്ട കണ്ടസ്റ്റന്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് അനീഷ് ഇപ്പോൾ. അടുത്തതായി പറയാനുള്ളത് ആദില നൂറ. നല്ല കുട്ടികളാണിവർ. വലിയ വായിൽ എല്ലാവരോടും ഫെമിനിസം പറഞ്ഞ് ആക്റ്റീവ് ആകുമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ പറയേണ്ട കാര്യങ്ങൾ വേണ്ട സ്ഥലത്ത് മാത്രം കൃത്യമായി പറഞ്ഞ് മുന്നേറുന്ന നല്ല പ്ലേയേഴ്സ് മാത്രമാണ് ഇവർ. രണ്ടുപേരും ഇത്തിരി കൂടെ ആക്റ്റീവ് ആകാനും ഉണ്ട്. അക്ബറിനെ എല്ലാവരും അറിയപ്പെടുന്ന നല്ല പാട്ടുകാരനായിട്ടാണ്. നിലവിൽ ആർമിയൊക്കെ ഉള്ള അക്ബർ ഗെയിം ഇതുവരെ ആവറേജ് മാത്രമാണ്. കുത്തിത്തിരിപ്പാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ ജോലി, പിന്നെ തെറിവിളിയും. അക്ബറും നല്ല പ്ലെയർ കൂടിയാണ്. നിലവിൽ അപ്പാനി ശരത്ത് ഏറ്റവും ഫാൻസ് ലഭിച്ചിട്ടുള്ള ഒരാളാണ്. ഹൗസിൽ ഏറ്റവും പ്രശസ്തൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗെയിം അധികം ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അനീഷ് ആദ്യത്തെ 2 ആഴ്ച വെറുപ്പിച്ച അനീഷ് ഈ ആഴ്ച മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതിലൂടെ പ്രത്യേകിച്ച് പ്രീതി നേടിയിട്ടുമുണ്ട്. അനീഷ് റിപ്പീറ്റായി പറയുന്നത് ലാലേട്ടൻ പറഞ്ഞിരുന്നു. അതിനുശേഷം 3 ദിവസം സാഡായിരുന്നു അനീഷ്. പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നു. ഒരുപോലെ ഹേറ്റേഴ്സും ഒരുപോലെ ഫാൻസും ഉണ്ടാക്കി എടുത്തിട്ടുമുണ്ട് അനീഷ് ഇപ്പോൾ. നിലവിൽ അനുമോൾ നല്ല പ്ലെയറാണ്. നിലവിൽ ഹൗസിൻ്റെ കണ്ടന്റ് എഞ്ചിൻ അനുമോളുടെ കയ്യിലാണിപ്പോൾ. കടുത്ത നെഗറ്റീവ് ഗെയിമറാണിപ്പോൾ. അതുകൊണ്ട് തന്നെ നെഗറ്റീവിസമാണ് കൂടുതൽ വരുന്നത്. പുറത്ത് ഏറ്റവും ഹേറ്റ് വരുന്ന പ്ലാനർ കൂടെയാണ്. പക്ഷേ കണ്ടന്റ് മൊത്തം കഴിഞ്ഞ് 2 ആഴ്ച വട്ടം ചുറ്റി നടന്നത് അനുമോളെ പറ്റിയാണ്. ആര്യൻ ഒരു ക്രൂക്കഡ് ഗെയിമറാണ്. എല്ലാവരോടും പുച്ഛം ഒഴിവാക്കിയ നല്ല ഗെയിമറാകുവാൻ അദ്ദേഹത്തിന് സാധിക്കും. ഇപ്പോൾ ആര്യനെ ചുറ്റിപ്പറ്റി പല പ്രശ്നങ്ങൾ നടക്കുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ ഹേറ്റേഴ്സിൻ്റെ എണ്ണവും കൂടിയിട്ടുണ്ട്. ശൈത്യ കഴിഞ്ഞ ദിവസം സ്വന്തം സ്റ്റോറി പറഞ്ഞപ്പോൾ ആര്യൻ ചിരിച്ചതാണ് പ്രശ്നമായത്. അത് വലിയ വഴക്കിൽ അവസാനിച്ചു. ബിന്നി ഒരു സേഫ് ഗെയിമറാണ്. ഒരു ഗുണവുമില്ലാത്ത ക്രൂക്കഡ് ഗെയിമർമാരിൽ ഒരാൾ. ചില കാര്യങ്ങൾക്കൊക്കെ തിരികൊളുത്തിയത് ബിന്നിയാണ്. പക്ഷേ ആരും അത് ശ്രദ്ധിച്ചില്ല. പുള്ളിക്കാരി നല്ലൊരു ഗെയിമർ കൂടെയാണ്. ജിസയിൽ നിലവിൽ നല്ല ഹൗസിലെ ഏറ്റവും നല്ല ഗെയിമറാണ്. ഹൗസിൽ മിക്കവരുടെയും ഇഷ്ടം പിടിച്ച് പറ്റിയിട്ടുമുണ്ട് അവൾ. ഒപ്പം പ്രേക്ഷകരുടെയും ആര്യനുമായുള്ള ബ്ലേഡി ഫ്രണ്ട്ഷിപ്പാണ് നെഗറ്റീവ് കൂട്ടുവാൻ സാധിക്കുന്നത്. ഒറ്റയ്ക്ക് കളിച്ച ബിഗ് ബോസിൽ വിന്നറാകുവാൻ സാധിക്കാൻ കെൽപ്പുള്ള ഒരു വ്യക്തി കൂടിയാണ് ജിസേൽ. ഹൗസിൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരോടും അടുപ്പമുണ്ട് ജിസേലിന്. പക്ഷേ ഒറ്റയ്ക്ക് പ്ലേ ചെയ്യണം. ബിഗ് ബോസ് സീസൺ 7-ലെ നല്ലൊരു ഗെയിമറാണ് നിവിൻ. അടുത്ത് ബിഗ് ബോസ് മെറ്റീരിയൽ കൂടെയാണ് നിവിൻ. എല്ലാവർക്കും പ്രിയങ്കരനാണ്. ഇത്തിരി ഫെമിനിൻ ആണെങ്കിലും പോസിറ്റീവ് ആക്കിയ പ്ലാനർ കൂടെയാണ് നിവിൻ. സൂപ്പർ ഗെയിമർ. ഇടയ്ക്ക് ചില കൗണ്ടറൊക്കെ രസകരമാണ്. പ്രധാനമായിട്ടും നെഗറ്റീവ് ക്രിഞ്ച് കളികൾ ഇടയ്ക്ക് കളിക്കും. പിന്നെ ഒരുമാതിരി ക്യൂട്ട്നെസ് വാരി വിതറും. അത് മാറ്റി നിർത്തിയ നിവിൻ നല്ല സൂപ്പറായി ഗെയിമറാണ്. ഒനിയിൽ വളരെ വീക്ക് കണ്ടസ്റ്റൻ്റ് ആണ്. റെനയായിട്ടുള്ള ഇഷ്യൂ മാത്രമാണ് കണ്ടന്റ്. അത് തന്നെ അഭിഷേക് കൊളുത്തിവിട്ടതിൽ പിടിച്ചു കയറിയതാണ്. തർക്കിച്ചു നിൽക്കുവാൻ അറിയില്ല. പെട്ടെന്ന് ടെമ്പർ വിട്ടു പോകും. പോയിന്റ്സ് വെച്ച് തർക്കിക്കുവാൻ അറിയില്ല. ഈ അടുത്ത് തന്നെ അദ്ദേഹം പുറത്തു പോകും. വളരെ ഇമ്മച്ചുവറായ ഒരാളാണ് റെന ഫാത്തിമ. തുടക്കത്തിൽ വന്നപ്പോൾ വളരെ പ്രതീക്ഷയുള്ള കണ്ടസ്റ്റന്റ് ആയിരുന്നു. പക്ഷേ ബാക്കിയുള്ളവർ പറയുന്നത് കേട്ട് തുള്ളുന്നത് പോലെയാണ് എല്ലാവർക്കും തോന്നുന്നത്.
പിന്നെ വെറുതെ വായിട്ടലയ്ക്കും. റെന പക്ഷേ കുറേ നാൾ പിടിച്ചു നിൽക്കും. ഒരുപക്ഷെ ഒരു 70-75 ദിവസമൊക്കെ അദ്ദേഹം പിടിച്ചു നിൽക്കും. ബിഗ് ബോസ് സീസൺ 7 പ്രതീക്ഷയുടെ കണ്ടന്റ് ആയിരുന്നു രേണുസുതി. ബിഗ് ബോസ് സീസൺ 7 പ്രതീക്ഷയുടെ കണ്ടന്റ് ആയിരുന്നു രേണുസുതി. നെഗറ്റീവ് ഹൗസിൽ കണ്ടന്റ് പുള്ളർ ആകുമെന്നാണ് എല്ലാവരും കരുതിയത്. പുറത്ത് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാനുള്ള സുവർണ അവസരമാണ് രേണു നഷ്ടമാക്കുന്നത്. എങ്ങനെയെങ്കിലും പുറത്തു പോകണമെന്നേ രേണുവിനുള്ളൂ. വേഗം പുറത്തു പോകും. കലാഭവൻ സരിക പാവമാണ്. ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല. മോൾക്കെതിരെ ലാലേട്ടൻ വന്നപ്പോൾ പറഞ്ഞത് മാത്രമാണ് ആർജവമായി തോന്നിയത്. ഗ്രൂപ്പുകളിൽ പോയി ഇരിക്കും, വെറുതെ സമയം കളയും, വേഗം പുറത്തു പോകും. സ്വയം പൊങ്ങുക എന്നതാണ് ശാരികയുടെ മെയിൻ ഹോബി. മോശം കണ്ടന്റായിട്ട് തോന്നിയിട്ടില്ല. വെറുതെ സ്വയം വലിയ സംഭവമാണെന്ന് ധരിച്ചു നടക്കുക ഒരു കണ്ടന്റ് അല്ലേ. പ്രേക്ഷകർ പ്രതീക്ഷിച്ച പോലെ കണ്ടന്റ് ഒന്നും ഉണ്ടാക്കുവാൻ ശാരികയ്ക്ക് സാധിച്ചിട്ടില്ല. ഒരു കാര്യമില്ലാത്ത പ്ലാനറാണ് ശൈത്യ. അനുമോളുടെ വാലിൽ തൂങ്ങി നടക്കുന്നതാണ് മെയിൻ ഹോബി. ഒറ്റയ്ക്ക് നിന്ന് കളിക്കുവാൻ കെൽപ്പില്ലാത്ത പ്ലാനറാണ്. വേഗം ഔട്ടായി പോകും. കുലപുരുഷൻ ഇമേജ് ഉള്ള ഷാനവാസ് ആ കുലപുരുഷൻ കളി നിർത്തിയാൽ നല്ലൊരു പ്ലാനറാണ്. ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കാൻ കഴിവുള്ള കിടിലൻ പ്ലാനറാണ് ഷാനവാസ്. ജെന്യുവിനായിട്ടാണ് പല കാര്യങ്ങളും അവിടെ ചെയ്യുന്നത്. കണ്ടന്റ് മേക്കറാണ്. അനീഷിനെ അപമാനിക്കുന്നത് ഇത്തിരി ഓവറാകുന്നുണ്ട്. അത് നെഗറ്റീവ് ആകുന്നതേ ഉള്ളൂ. കണ്ടന്റ് ഉടനീളം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഷാനവാസ്. നല്ല കണ്ടസ്റ്റന്റ് ആണ് അഭിഷേക്. അഭിഷേകിനെ എല്ലാവരും അറിയപ്പെട്ടത് ടിക്ടോക്ക് വഴിയാണ്. അദ്ദേഹത്തിന് കാലുവയ്യെങ്കിലും അദ്ദേഹം ചെയ്യാത്ത കാര്യങ്ങളില്ല. നമുക്കൊരു നല്ലൊരു മോട്ടിവേഷനായിട്ട് തന്നെ അദ്ദേഹത്തെ എടുക്കാം. ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ അദ്ദേഹം നല്ല ഗെയിമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ഗെയിം പ്ലാനിങ്ങും ഉണ്ട്. എല്ലാ കാര്യത്തിലും നല്ല പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങളാണ് അദ്ദേഹം എടുക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക.